شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم علمنا بما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا. ربنا زدنا علما نافعا. ഷഅബാനിൻ്റെ അവസാനത്തിലാണ് നമ്മളുള്ളത്. പരിശുദ്ധ റമദാനിനെ സ്വാഗതം ചെയ്യാൻ ശാരീരികമായും മാനസികമായും ഒക്കെ ഒരുങ്ങുകയാണ് ലോകത്ത് എമ്പാടുമുള്ള മുസ്ലിം സഹോദരന്മാർ. റമദാൻ എന്നത് നമ്മയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ ഒരു പ്രായം എത്രയായോ അത്ര തന്നെ ഒരു വർഷത്തെ റമദാനിൻ്റെ അനുഭവങ്ങൾ സ്വാഭാവികമായും നമുക്കൊക്കെ ഉണ്ടാകും. ഒരു പുതുമയുള്ള ഒന്നല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമദാനും റമദാനിൻ്റെ അനുഭവങ്ങളും എന്നൊക്കെ പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും ഓരോ റമദാൻ കടന്നു വരുമ്പോഴും അതിലേക്ക് പ്രചോദിപ്പിക്കുന്ന രൂപത്തിൽ ഒരുങ്ങാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് സംസാരങ്ങൾ നിർവഹിക്കുക, വിശ്വാസി സമൂഹത്തെ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുക്കുക എന്നത് എല്ലാ റമദാനിൻ്റെയും മുമ്പ് മുസ്ലിം സമൂഹം ഒന്നാകെ നിർവഹിച്ചു വരുന്നൊരു ദൗത്യമാണ്. അത് ഓർമ്മയുള്ള ആളുകളെ തന്നെ വീണ്ടും ഇത്തരം അല്ലെങ്കിൽ ഗൗരവപൂർവമായി ഇത്തരം കാര്യങ്ങളൊക്കെ അറിയുകയും ബോധമുള്ളവരെയും തന്നെ ഇത് വീണ്ടും ഉത്ബോധിപ്പിക്കുക എന്നത് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള രീതിയാണ്. ഫസക്കിർ ഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, പ്രവാചകരെ താങ്കൾ ഉത്ബോധിപ്പിക്കുക. കാരണം ഉത്ബോധനം അത് മുഅ്മിനീങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നതാണ്. അപ്പോൾ മുഅ്മിനീങ്ങളെയും ഇത്തരം സംഗതികൾ ഉത്ബോധിപ്പിക്കുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയാണ്, പരിശുദ്ധ ഖുർആനിൻ്റെ ശൈലിയാണ്, ആജ്ഞയാണ് എന്നതാണ് സത്യം. അപ്പോൾ ആ നിലക്ക് റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് റമദാനിലേക്ക് ഒരുങ്ങാൻ, അതിനുവേണ്ടി തയ്യാറെടുക്കാൻ ഉത്ബോധിപ്പിക്കുക എന്നത് ആ ഒരു ചിന്തയിൽ നിന്നാണ് മുസ്ലിം സമൂഹം വിശേഷിച്ച് നമ്മൾ കേരളത്തിലൊക്കെ ഇത്തരം ഒരു പരിപാടികളും സംസാരങ്ങളും നടത്തി വരാറുള്ളത്. പ്രധാനമായും 5 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, മനുഷ്യരെന്ന നിലക്ക് എപ്പോഴും ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതിൽ നിന്ന് എന്താണ് എനിക്ക് തിരിച്ചു കിട്ടുക എന്ന ചോദ്യത്തിന് തൃപ്തികരമായ മറുപടി കണ്ടെത്തുമ്പോൾ മാത്രമാണ് പ്രയത്നിക്കാനും പരിശ്രമിക്കാനുമൊക്കെ ആളുകൾ തയ്യാറാവുക. കുറച്ച് കഷ്ടപ്പെടാൻ തയ്യാറാകും. എപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ടാൽ എനിക്ക് കിട്ടുന്നത് എന്താണ്? ആ കിട്ടുന്ന ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ കിട്ടുന്നൊരു റിസൾട്ട് അതെന്നെ തൃപ്തിപ്പെടുത്തുന്നതാണെങ്കിൽ ഏത് നിലക്കും കഷ്ടപ്പെടാൻ ഞാൻ തയ്യാറാകും. അതാണ് മനുഷ്യൻ്റെ സഹജമായ സ്വഭാവം. റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മളുടെ ഒരു തയ്യാറെടുപ്പിൻ്റെ മുഖ്യമായ ഭാഗം ഉണ്ടാകേണ്ടതും നമ്മൾ ഉൾക്കൊള്ളേണ്ടതും റമദാൻ കൊണ്ട് എനിക്ക് എന്ത് നേടാൻ പറ്റും എന്നതിനെക്കുറിച്ചൊരു തൃപ്തികരമായ മറുപടി നമുക്ക് കണ്ടെത്താൻ പറ്റുക എന്നതാണ്. ത്വലഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു കണ്ടൊരു സ്വപ്നം ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം പറയണം, കാന റജുലാനി മിൻ ബലിയിൻ ഹയ്യിൻ മിൻ ഖുലാഹ് അസ്ലമാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 സുഹൃത്തുക്കളായ ആളുകൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒന്നിച്ച് ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. അങ്ങനെ വസ്തുഷ്ഹിദ അഹദുഹുമാ വ ഉഖിറൽ ആഖറു സനതൻ. ഇതിൽ 2ൽ ഒരാൾ ഷഹീദായിക്കൊണ്ട് മരണപ്പെട്ടു. നമുക്കറിയാം, ഒരു രക്തസാക്ഷി ആവുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ദീനിലുള്ള സ്ഥാനം എന്താണ് എന്ന് നമുക്കറിയാം. ഖുർആൻ പറഞ്ഞു, നിങ്ങൾ അവരെക്കുറിച്ച് വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിച്ചവരെ കുറിച്ച് മരണപ്പെട്ടവർ മയ്യിത്തുകൾ എന്ന് പറയരുത്. മറിച്ച് അവർ അഹ്യാഉൻ ജീവിച്ചിരിക്കുന്നവരാണ്. ഇൻദ റബ്ബിഹിം അള്ളാഹുവിൻ്റെ അടുക്കൽ യുർസഖൂൻ അവർക്ക് റിസ്ക് നൽകപ്പെടുന്നുണ്ട്. കഫൻ ചെയ്യുന്ന സമയത്ത് മറ്റൊരു വസ്ത്രം ഉപയോഗിക്കാതെ രക്തസാക്ഷി ധരിച്ച വസ്ത്രത്തിൽ തന്നെയാണ് കഫൻ ചെയ്യുക. രക്തസാക്ഷികളെ കുളിപ്പിക്കാറില്ല. അവരുടെ ദേഹത്ത് പറ്റിയിട്ടുള്ള രക്തം അത് സുഗന്ധമായി നാളെ പരലോകത്ത് അവർക്ക് അനുഭവപ്പെടും എന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അത്ര പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ശ്രേഷ്ഠതയുള്ള രക്തസാക്ഷിത്വം വഹിച്ചാണ് ആ 2 സുഹൃത്തുക്കളിൽ ഒരാൾ മരണപ്പെട്ടു പോകുന്നത്. എന്നാൽ രണ്ടാമത്തെ ആളോ, അയാൾ ഉഖിറൽ ആഖറു സനതൻ, 1 വർഷം കൂടെ അദ്ദേഹത്തിന് അള്ളാഹു ആരോഗ്യം കൊടുത്തു, അല്ലെങ്കിൽ ആയുസ് നീട്ടിക്കൊടുത്തു. അദ്ദേഹത്തിന് 1 വർഷം കൂടി ജീവിക്കാൻ അവസരം ഉണ്ടായിരുന്നു. അങ്ങനെ ത്വലഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫറഅയ്തുൽ ജന്ന, ഞാൻ സ്വർഗം കണ്ടു.
ഫറഅയ്തു അൽ മുഅഖറ മിൻഹുമാ ഉദ്ഖില ഖബ്ല ഷഹീദ്. അതിൽ ആദ്യം മരണപ്പെട്ടു പോയ അല്ലെങ്കിൽ ആദ്യം ഷഹീദായി രക്തസാക്ഷിത്വം വഹിച്ച വ്യക്തിയേക്കാൾ മുമ്പ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ആരാണ്? രണ്ടാമത് മരണപ്പെട്ടു പോയ സ്വാഭാവിക മരണം കൈവരിച്ച, രക്തസാക്ഷിയൊന്നും അല്ലാത്ത സ്വാഭാവികമായ മരണം കൈവരിച്ച വ്യക്തിയാണ് ആദ്യം സ്വർഗത്തിൽ പോകുന്നത് കണ്ടത്. ഫതഅജ്ജബ്തു ലിദാലിക്. അപ്പോൾ ഇതെനിക്ക് വലിയ അത്ഭുതമുണ്ടാക്കി. ഫദക്കർതു ദാലിക ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഈ സംഭവം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് വിശദീകരിച്ചു. ഈ രണ്ടുപേരും മുമ്പ് ഇസ്ലാമിൽ ഒരു പ്രവർത്തനം ചെയ്തിട്ടില്ല, കാരണം രണ്ടുപേരും ഒന്നിച്ചാണ് ഇസ്ലാം സ്വീകരിച്ചത്. എന്നിട്ട് ഒരാൾ രക്തസാക്ഷിയായി മരണപ്പെട്ടു, മറ്റൊരാൾ സ്വാഭാവികമായ മരണത്തിന് വിധേയമായി. ഇതിൽ ആദ്യം സ്വർഗത്തിൽ പോയത് ആരാണ്? രക്തസാക്ഷിയല്ല എന്നത് അത്ഭുതമുണ്ടാക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞ ചോദ്യം, അലൈസ ഖദ് സ്വാമ ബഅദഹു റമളാൻ. അദ്ദേഹം ഒരു വർഷം കൂടെ കൂടുതൽ ജീവിച്ചപ്പോൾ ഒരു റമദാന് കൂടെ കൂടുതൽ നോമ്പനുഷ്ഠിക്കാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ലേ? വസ്വല്ല സിത്തത അലാഫ് റക്അ, 6000 ചില്ലാനം റക്അത്തുകൾ കൂടുതലായി നിസ്കരിച്ചിട്ടില്ലേ? ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. നോക്കൂ, അപ്പോൾ ഒരു റമദാൻ കൂടെ കൂടുതൽ കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് കൈവരിക്കാൻ പറ്റിയ മാറ്റം എന്ന് പറയുന്നത് രക്തസാക്ഷിയായി ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയ വ്യക്തിയേക്കാൾ മുമ്പ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിച്ചു. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന റമദാൻ്റെ അവസരം അത്രമേൽ നമുക്ക് മുന്നോട്ട് പോകാൻ തൗഫീഖ് ലഭിക്കുന്ന ഒരു സമയമാണ് റമദാനിൻ്റെ രാവും പകലും എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നതാണ് കാര്യം. നമുക്ക് ഒരു ഒറ്റ ദിവസത്തെ നോമ്പിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രതിഫലം ഉണ്ടല്ലോ, ഒരു റമദാനിലെ നോമ്പിനെ കുറിച്ചല്ല, ഒരൊറ്റ ദിവസത്തെ നോമ്പിനെ കുറിച്ച്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ്, ആരെങ്കിലും ഒരൊറ്റ ദിവസം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫ, അള്ളാഹു 70 ഖരീഫ് വഴിദൂരത്തേക്ക് അവൻ്റെ മുഖത്തെ മാറ്റിക്കളയുമെന്ന്. ഈ ഖരീഫ് എന്താണ് എന്നതിന് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് നിർവചിച്ചതിൽ അർത്ഥം പറഞ്ഞതിലെ ഏറ്റവും ചെറിയ കണക്കെടുത്താൽ 70 ഖരീഫ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ആരോഗ്യമുള്ള കുതിരപ്പുറത്ത് ഒരാൾ 70 ദിവസം തുടർച്ചയായി യാത്ര ചെയ്താൽ എത്ര ദൂരം അയാൾക്ക് കവർ ചെയ്യാൻ പറ്റും, അതാണ് 70 ഖരീഫ് എന്നത്. വളരെ ചുരുങ്ങിയ കണക്കെടുത്താൽ നമുക്ക് പറയാൻ പറ്റുക. ഒരു ദിവസം നോമ്പനുഷ്ഠിച്ചാൽ 70 ഖരീഫ് വഴിദൂരത്തേക്ക് നരകത്തിൽ നിന്ന് അള്ളാഹു അവൻ്റെ മുഖത്തെ അകറ്റിക്കളയും. റമദാനിൽ അള്ളാഹു സ്വീകരിക്കുന്ന വിധത്തിൽ 30 നോമ്പുകൾ നോറ്റാലോ, സുബ്ഹാനല്ലാഹ്, 29 നോമ്പുകൾ നോറ്റാലോ, എത്രയാണ് ആ പ്രതിഫലം? അല്ലെങ്കിൽ അദ്ദേഹം നേടിപ്പോകുന്നത് നരകത്തിൽ നിന്ന് വിദൂരമാകുന്ന അളവും അതിൻ്റെ ഒരു ദൂരത്തെയും കുറിച്ച് നമുക്ക് ആലോചിക്കാനും ചിന്തിക്കാനും പറ്റുന്ന ഒരു കണക്കാണോ? അപ്പോൾ റമദാനിൻ്റെ ശ്രേഷ്ഠതകൾ നമ്മൾ പറഞ്ഞു പോയാൽ ഇനിയും ഇങ്ങനെ അസംഖ്യം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റും. 3 ഹദീസുകൾ കൂടെ പ്രാധാന്യം പറയുമ്പോൾ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും റമളാൻ ഈമാനോടുകൂടെ അള്ളാഹുവിൽ വിശ്വസിച്ച് അതുപോലെ തന്നെ പ്രതിഫലം ആഗ്രഹിച്ച് ഒരാൾ റമളാനിൽ നോമ്പനുഷ്ഠിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അദ്ദേഹത്തിൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ പിന്നെ പൊറുക്കപ്പെടുന്നതാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമളാനിൽ, രാത്രി നിസ്കാരത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്, ആരെങ്കിലും റമളാനിൽ രാത്രി നിസ്കരിച്ചാൽ, തറാവീഹ് നിസ്കാരം അത് നിർവഹിച്ചാൽ അവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും ലൈലത്തുൽ ഖദ്ർ നിന്ന് നിസ്കരിച്ചാൽ അള്ളാഹു അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ പൊറുക്കുന്നതാണ്. അപ്പോൾ ഈ രൂപത്തിലുള്ളൊരു അവസരമാണ് നമ്മുടെ മുന്നിൽ റമദാനിലൂടെ കൈവരിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇത് നേടിയെടുക്കാൻ നമ്മൾ മെനക്കെടും. ഇത് ബോധ്യപ്പെട്ടാൽ ഇത് നേടിയെടുക്കാൻ നമ്മൾ സ്വാഭാവികമായും മെനക്കെടും. ആ മെനക്കെടലാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രതിഫലത്തെ അറിയലാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം. അപ്പോൾ ഇതൊക്കെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കാൻ ഏതൊരു വസ്തുവും അതിൻ്റെ ഉപകരണത്തിൽ മെച്ചപ്പെട്ടു പോകാൻ കുറച്ച് സമയം ഇടവേളകൾ എടുക്കുക സ്വാഭാവികമാണല്ലോ. ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ അത് ഇങ്ങനെ ഫുൾ ടൈം നമ്മൾ ഉപയോഗിക്കുന്നതിനെടുക്ക് അതൊന്ന് നിർത്തിവെച്ച് ചാർജൊക്കെ കുത്തി അതിൻ്റെ ഒരു ടെമ്പറേച്ചർ ഒക്കെ ഒന്ന് ചൂട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തണുപ്പിക്കുക. അങ്ങനെ തണുപ്പിച്ചാൽ എന്താ ഉണ്ടാവുക? തുടർന്ന് അത് നന്നായി ഇനിയും ഉപയോഗിക്കാൻ പറ്റും. ഏത് കാര്യവും അങ്ങനെ തന്നെയാണ് അല്ലേ? മനുഷ്യൻ്റെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിതം അത് റുട്ടീനായി എല്ലാ ദിവസവും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രക്രിയയിൽ നിന്ന് മാറി
നമ്മുടെ മനസ്സിന് ഊർജം കിട്ടാൻ, ജീവൻ തിരിച്ചു ലഭിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് റമദാനിലൂടെ അള്ളാഹു നമുക്ക് തിരിച്ചു നൽകുക. അപ്പോൾ അതിനുവേണ്ടി ഈ പുണ്യങ്ങൾ നേടിയെടുക്കാനും നമ്മളെ തന്നെ ശുദ്ധീകരിക്കാനും ഈ സമയത്തെ നന്നായി ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴായി പല തീരുമാനങ്ങൾ കൈക്കൊള്ളാറുണ്ട്. ഇപ്പോൾ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും നന്മകളുടെ പൊതുവെ അതിൻ്റെ പരിസരത്തോട് ജീവിക്കാനുമൊക്കെയാണ് മനുഷ്യർ എല്ലാവരും ആഗ്രഹിക്കുക. ഇപ്പം തെറ്റ് ചെയ്യുന്ന ഒരാളും കാലാകാലം അങ്ങനെ തെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കാറില്ലല്ലോ. വളരെ കുറഞ്ഞ ആളുകളായിരിക്കും അങ്ങനെ ഉണ്ടാവുക. പൊതുവെ നമ്മൾക്കൊരു മനസ്സെന്താണ്, തെറ്റ് ചെയ്യാതിരിക്കണം, നന്മകൾ വർദ്ധിപ്പിക്കണം. പക്ഷേ നമ്മളെ തടഞ്ഞു വെക്കുന്ന ഏറ്റവും വലിയ പ്രതിബന്ധം അല്ലെങ്കിൽ തടഞ്ഞു വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതെന്താണ്? അത് നമ്മുടെ സാഹചര്യങ്ങളാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ തിന്മയിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നത്, മാറാതെ പോകുന്നത്? നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളെ സമ്മതിക്കുന്നില്ല. എന്തുകൊണ്ടാണ് നമുക്ക് നന്മയിൽ മുന്നോട്ട് വരാൻ കഴിയാത്തത്? നമ്മുടെ സാഹചര്യങ്ങൾ നമ്മൾ അനുവദിക്കുന്നില്ല എന്നതാണ് പലപ്പോഴും അതിൻ്റെ വളരെ ശരിയായ അല്ലെങ്കിൽ ജെന്യൂനായ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ശരിക്കും അതിൻ്റെ സാഹചര്യങ്ങളാണ്. റമദാനിൽ എന്തുണ്ട് മാറ്റം എന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റവും സാഹചര്യമാണ്. റമദാൻ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രകൃതിയിലെ മാറ്റത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇദാ കാനത്ത് അവ്വലു ലൈലത്തിൻ മിൻ റമദാൻ സുഫിദത്തി ഷയാത്തീൻ വ മറദത്തുൽ ജിന്ന്. റമദാനിൻ്റെ ഒന്നാമത്തെ രാത്രി പറഞ്ഞാൽ എന്താ രാത്രി എന്ന് പറയാൻ കാരണം? നമുക്കറിയാം, ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഒരു ദിവസം മാറുന്നത് രാവിലെയല്ല, ഫജ്ർ സുബഹിയോട് കൂടെ അല്ല അടുത്ത ദിവസം ഉണ്ടാവുക. ഇസ്ലാമിക കാഴ്ചപ്പാടിൽ അടുത്ത ദിവസം പിറക്കുക മഗ്രിബോട് കൂടെയാണ്, രാത്രിയോട് കൂടെയാണ്. മഗ്രിബ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസമാണ് സത്യത്തിൽ. അതാണ് ഇദാ കാനത്ത് അവ്വലു ലൈലത്തിൻ മിൻ റമദാൻ. റമദാനിൻ്റെ ഒന്നാമത്തെ രാത്രി അഥവാ റമദാൻ പിറക്കുന്നത് എപ്പോഴാണ്, പുതിയൊരു ദിവസം ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഷഅബാൻ 30 പൂർത്തിയാക്കി അല്ലെങ്കിൽ ഷഅബാൻ 29 മാസം കണ്ട് റമദാൻ ഉറപ്പിച്ച് മഗ്രിബ് മുതൽ അടുത്ത ദിവസമാണ്. ആ രാത്രി മുതൽ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സുഫിദത്തി ഷയാത്തീൻ, പിശാചുക്കളെ അള്ളാഹു ചങ്ങലക്കിടും. വ മറദത്തുൽ ജിന്ന്, അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ പ്രലോഭിപ്പിക്കുന്ന തിന്മയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന, അതിനുവേണ്ടി നമ്മളെ സാഹചര്യങ്ങളൊക്കെ ഒരുക്കിത്തന്ന് നമ്മളെ മാനസികമായി ആ നിലക്ക് നമ്മളെ തിന്മയിലേക്ക് തള്ളിവിടുന്ന പിശാചുക്കൾ, അവരുടെ തന്നെ നേതൃത്വത്തിൽ ഏറ്റവും മോട്ടുള്ള ജിന്നുകളെ അള്ളാഹു കെട്ടിയിടും. വഗുല്ലികത് അബ്വാബുൻ നാർ വലം യുഫ്തഹ് മിൻഹാ ബാബുൻ. നരക കവാടങ്ങൾ ഒന്നൊഴിയാതെ അള്ളാഹു അടച്ചിടും. വഫുതിഹത് അബ്വാബുൽ ജന്ന ഫലം യുഗ്ലഖ് മിൻഹാ ബാബുൻ. സ്വർഗ കവാടങ്ങൾ ഒന്നൊഴിയാതെ അള്ളാഹു മലർത്തി തുറന്നു വെക്കും, ഒരു വാതിലും പിന്നെ അടച്ചതായി അവശേഷിക്കുകയില്ല. വനാദ മുനാദിൻ, എന്നിട്ട് ആകാശത്ത് നിന്ന് വിളിച്ചു പറയുന്നവന് വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വ യാ ബാഗിയ ശർരി അഖ്സിർ. നന്മ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് വരൂ, അഖ്ബിൽ നിങ്ങൾ കടന്നു വരൂ, മുന്നോട്ട് വരൂ, ഇത് നിങ്ങൾക്കുള്ള അവസരമാണ്. ഇങ്ങനെയൊക്കെ അള്ളാഹു സാഹചര്യത്തെ അനുഗുണമാക്കി തന്നിട്ടും തിന്മ കുതിക്കുന്നവരെ, തിന്മ ആഗ്രഹിക്കുന്നവരെ അഖ്സിർ, നിങ്ങളൊന്ന് അടങ്ങിയിരിക്കുക, നിങ്ങളൊന്ന് ചുരുങ്ങുക, നിങ്ങളൊന്ന് ഇത് വെടിയുക എന്ന് വിളിച്ചു പറയും. വലില്ലാഹി യുതഖഉ മിനൻ നാർ, അള്ളാഹു അവൻ്റെ അടിമകൾക്ക് നരകമോചനം നൽകും. വദാലിക ഫി കുല്ലി ലൈലത്തിൻ, റമദാനിൻ്റെ എല്ലാ രാത്രിയിലും ഇത് ആവർത്തിച്ച് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുമെന്ന്. അപ്പോൾ നോക്കൂ, റമദാൻ ആകുന്നതോടുകൂടെ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, റമദാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ വന്യപാനീയങ്ങൾ മാറ്റി നിർത്തുന്നു എന്നത് മാത്രമല്ല, പ്രപഞ്ചത്തിൽ അള്ളാഹു വലിയ വലിയ മാറ്റങ്ങൾ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. റമദാൻ ആകുന്നതോടുകൂടെ മനുഷ്യരെ വഴിതെറ്റിക്കുന്ന പിശാചുക്കൾ അള്ളാഹു കെട്ടിയിടും, നരക കവാടങ്ങൾ അടച്ചുവെക്കും, സ്വർഗ കവാടങ്ങൾ തുറന്നുവെക്കും. എല്ലാ രാത്രിയിലും ആയിരക്കണക്കിന് അവൻ്റെ അടിമകൾക്ക് അവൻ നരകമോചനം നൽകും. ഈ അവസരം വേണ്ട എന്ന് പറയാനും മാറ്റിവെക്കാനും ഉപയോഗിക്കാതിരിക്കാനും എങ്ങനെയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ നമുക്ക് സാധിക്കുക? ചില റിപ്പോർട്ടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾ ഒരുമിച്ച് കൂട്ടിയിരുത്തി പറയുന്നത്, അതാക്കും ഷഹ്റു റമദാൻ, ഇത് റമദാൻ നിങ്ങളിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. ഷഹ്റുൻ മുബാറക്, അനുഗ്രഹീതമായ മാസമാണ് എന്നീ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹർ. ഇനി ഈ മാസത്തിലെ മറ്റൊരു വ്യതിരക്തത, ഒരു പ്രത്യേകത എന്താണ്? ഫീഹി ലൈലത്തുൻ, ഈ മാസത്തിൽ ഒരു രാത്രിയുണ്ട്. ആ രാത്രിയുടെ പ്രത്യേകത ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ ആ ഒരൊറ്റ രാത്രി പുണ്യകരമാണ്, ശ്രേഷ്ഠമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അപ്പോൾ നോക്കൂ, നമ്മുടെ ആയുഷ്കാലത്ത് നമുക്ക് നേടാൻ കഴിയാത്ത 1000 മാസങ്ങളുടെ പുണ്യമുള്ള പ്രവൃത്തി ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുന്നത് ദിനേനയുള്ള നമ്മുടെ ജീവിതത്തിലെ 1 മണിക്കൂറല്ല, എല്ലാ ദിവസവും നമ്മൾ മെനക്കെടണമെന്നല്ല, ഒരു മാസം മുഴുവൻ മെനക്കെടണമെന്നല്ല, ഒരു മാസത്തിലെ അവസാനത്തെ 10 ദിവസത്തെ രാത്രി മാത്രം നിങ്ങൾ മെനക്കെട്ടാൽ
1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ സമയം നമുക്ക് ലഭ്യമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സാഹചര്യം, നന്മ ചെയ്യാൻ കൊതിക്കുന്ന ആളുകൾ അവർക്ക് മുന്നോട്ട് വരൂ എന്ന് പറയുന്ന, അവർക്ക് അതിനുവേണ്ടി പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്ന, പുണ്യം പ്രതിഫലം ഇരട്ടിയാക്കി കൊടുക്കുന്ന ഒരു സാഹചര്യത്തെയും, തിന്മ ചെയ്യുന്ന ആളുകൾ അതിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റുന്ന വിധത്തിൽ അവരെ പ്രേരിപ്പിക്കുന്ന പിശാചുക്കളെ കെട്ടിയിട്ടും നരകകവാടങ്ങൾ അടച്ചുവെച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല സാഹചര്യം നന്മക്കനുഗുണമാക്കി തന്നിട്ടുണ്ട്, നമുക്കും അനുഗുണമാക്കി തന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. മൂന്നാമത്തെ കാര്യം, നോമ്പ് കൊണ്ട് എന്താണോ പരിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാം നമ്മളോട് നേടാൻ കൽപ്പിച്ചത് അത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. റമദാനിലെ നോമ്പ് കൊണ്ട് എന്താണ് നമ്മൾ നേടേണ്ടത്, നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? ഖുർആൻ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ തന്നെ നാം നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരാനാണ് നാം നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്. അപ്പം ഇത് ചില ആളുകളൊക്കെ പറയുന്നത് കാണാം, നോമ്പ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇസ്ലാമിൻ്റെ ഒരു സാമൂഹ്യമായൊരു മുഖമാണ്. കാരണം വിശപ്പില്ലാത്തവൻ, വിശക്കുന്നവൻ്റെ വിശപ്പിൻ്റെ വേദന മനസ്സിലാക്കാനാണ് ഇസ്ലാമിലെ നോമ്പ് എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നത് കാണാറുണ്ട്. അത് ഒരു ശരിയായൊരു വർത്തമാനമല്ല സത്യത്തിൽ. കാരണം നോക്കൂ, റമദാനിലെ പകൽ സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കൊണ്ടാണ് വിശപ്പിൻ്റെ വേദന മനസ്സിലാക്കാനാണ് റമദാൻ നമ്മൾ പറയുന്നതെങ്കിൽ, റമദാൻ്റെ പകൽ നമ്മളോട് മാറ്റി നിർത്താൻ പറഞ്ഞ വേറെയും കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഒന്നാണ് ഭാര്യാഭർത്തൃ ബന്ധം ഒഴിവാക്കണം, അല്ലെ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. ഭാര്യയാണ് അനുവദിക്കപ്പെട്ടതാണ്, ഭർത്താവാണ് അനുവദിക്കപ്പെട്ടതാണ്, എന്നാലും പാടില്ല എന്നതാണല്ലോ ഇസ്ലാമിൻ്റെ നിയമം. അപ്പോൾ നമ്മൾ ആ ഒരു നിയമം എടുത്തിട്ട് ആരെങ്കിലും പറയോ, വിവാഹം കഴിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വിവാഹം കഴിച്ച് ഈ ആഗ്രഹം പൂർത്തിയാക്കാൻ പറ്റാത്ത ആളുകളുടെ സങ്കടം മനസ്സിലാക്കാനാണ് അള്ളാഹു നോമ്പ് നിർബന്ധമാക്കി എന്ന് പറയാറില്ല, പറയാൻ പാടില്ല. എന്നതുപോലെ തന്നെയാണ് നോമ്പ് വിശപ്പ് സഹിക്കുന്നവരുടെ വേദന മനസ്സിലാക്കാനല്ല. നോമ്പ് അള്ളാഹു നിശ്ചയിച്ചത് എന്തിനാണ്? നോമ്പിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട തഖ്വ നേടിയെടുക്കാനാണ്. ലഅല്ലക്കും തത്തഖൂൻ. അത് അടിവരയിട്ട് മനസ്സിലാക്കാതെ റമദാനിലേക്ക് പ്രവേശിച്ചാൽ റമദാൻ കൊണ്ട് വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുകയുമില്ല, റമദാൻ കൊണ്ട് വമ്പിച്ച നഷ്ടം വന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുകയും ചെയ്യും. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുബ്ബ സ്വായിമിൻ, എത്ര നോമ്പുകാരാണ്, ലൈസ മിൻ സിയാമിഹി ഇല്ലൽ ജൂ', എന്താണ് അവൻ്റെ നോമ്പ് കൊണ്ട് കിട്ടുന്നത്? നോമ്പ് കൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയം അന്നപാനീയങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ, വെള്ളമൊക്കെ മാറ്റിവെച്ചു എന്നതൊഴിച്ചാൽ ഒന്നും കിട്ടാത്ത സാധുക്കളായ കുറേ ആളുകളുണ്ട്. അവർ നോമ്പ്, മുസ്ലിങ്ങളെല്ലാവരും നോമ്പ് നോക്കുന്നത് പോലെ രാവിലെ എഴുന്നേൽക്കുന്നു, അത്താഴം കഴിക്കുന്നെങ്കിലും കഴിക്കുന്നില്ലെങ്കിൽ ഇല്ല, രാവിലെ മുതൽ മഗ്‌രിബ് വരെ ഭക്ഷണം കഴിക്കണ്ടോ ഇല്ല. ഈ മാർച്ച് മാസത്തിലെ ചൂട് കാലത്തല്ലേ നമ്മൾ നോമ്പിലേക്ക് പോകുന്നത്. നോമ്പാണെന്ന് കരുതി നമ്മൾ എന്തെങ്കിലും നമ്മുടെ ജോലികൾ മാറ്റി വെക്കുന്നുണ്ടോ ഇല്ല. വീട്ടിലെ പണികൾ എടുക്കുന്നത് ആരാണ്? നമ്മളാണ്. പുറത്തു പോയി ജോലി ചെയ്യുന്നത് ആരാണ്? പുരുഷന്മാരാണ്. ഇതൊക്കെ അപ്പോഴും നിലനിൽക്കുകയാണ്. ഇതൊക്കെ നിലനിൽക്കെ തന്നെ വെള്ളം കുടിക്കാൻ നമുക്ക് മുട്ടുന്നു, ദാഹിക്കുന്നു. മാർച്ച് മാസത്തെ ഉച്ചക്ക് വെള്ളം കുടിക്കാൻ നമുക്ക് ദാഹിക്കുന്നു. നമ്മളാരും കുടിക്കുന്നുണ്ടോ ഇല്ല. എന്താ കുടിക്കാത്തത്? അള്ളാഹു പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ കുടിക്കുന്നില്ല, അല്ലേ? വിശപ്പ് നമ്മൾ സഹിക്കുന്നു, ദാഹം നമ്മൾ സഹിക്കുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കുറേ നോമ്പുകാർ, ധാരാളം നോമ്പുകാർ, അവർക്ക് അവരുടെ നോമ്പ് കൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ വിശപ്പ് സഹിച്ചു എന്നതൊഴിച്ച് നിർത്തിയാൽ, പട്ടിണി കിടന്നു എന്നതൊഴിച്ച് നിർത്തിയാൽ ഒന്നും നേടാത്ത ആളുകളുണ്ട്. അതെന്തേ ഒന്നും നേടാതെ പോയത്? നോമ്പ് കൊണ്ട് നേടാൻ അള്ളാഹു കൽപ്പിച്ച് ലക്ഷ്യമാക്കി നിർണയിച്ച് തന്നത് തഖ്വയാണ്. ആ തഖ്വ നേടാൻ നമ്മൾ പരിശ്രമിക്കുക എന്നത് പ്രധാനമാണ്. എന്താണ് തഖ്വ? നമ്മളൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കാൻ സാധ്യതയുള്ള വാക്കാണ് തഖ്വ. പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് നിർവചനങ്ങളിൽ നിന്ന് തഖ്വയെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഇംതിസാലു അവാമിരില്ല വജിത്തിനാബു നവാഹി, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യലാണ് തഖ്വ. ഇനി സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് പരിശോധിച്ച് നോക്കുക. എന്താ തഖ്വ വേണ്ടത്? നിസ്കാരത്തിലും നോമ്പിലും പള്ളിയിലും ഖുർആൻ ഓതുമ്പോഴും മാത്രമല്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തഖ്വ ആവശ്യമാണ്. കാരണം തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ചത് ചെയ്യലും അള്ളാഹു നോ എന്ന് പറഞ്ഞ നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലുമാണ്. അതെല്ലാ രംഗത്തും അള്ളാഹുവിൻ്റെ കൽപ്പനകളില്ലേ? വസ്ത്രം ധരിക്കേണ്ടത് എങ്ങനെയാണ്, ധരിക്കാൻ പാടില്ലാത്തത് എന്താണ്, ആണിനും പെണ്ണിനും എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനകളില്ലേ, നിരോധനങ്ങളില്ലേ? സമ്പത്ത് എങ്ങനെ സമ്പാദിക്കണമെന്ന്, എങ്ങനെ വിനിയോഗിക്കണമെന്ന്, എങ്ങനെ ചെയ്യണമെന്നും എങ്ങനെ ചെയ്യരുത് എന്നും നമുക്ക് നിർദ്ദേശമില്ലേ?
ആരോട് സംസാരത്തിൽ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പാടില്ല നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടില്ലേ? അല്ലെ, സ്വഭാവത്തിൽ എന്തൊക്കെ പാടുണ്ട്, എന്തൊക്കെ വേണം, എന്തൊക്കെ പാടില്ല നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടില്ലേ? ഈ അർത്ഥത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പനകൾ നിർവഹിച്ചിട്ടുണ്ട്, നിരോധനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത് പാലിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന എക്സസൈസ്, നമ്മുടെ ഒരു പരിശീലനമാണ് റമളാനിലെ നോമ്പ്. അല്ലേ, രാവിലെ മുതൽ വൈകുന്നേരമൊക്കെ എത്തിക്കഴിഞ്ഞാൽ, അസറൊക്കെ കഴിഞ്ഞാൽ ക്ഷീണിക്കാത്തവരായിട്ട് ഉണ്ടാകുക സഹോദരങ്ങളെ? എല്ലാവരും ക്ഷീണിക്കും. വെള്ളം കുടിക്കാൻ നമുക്ക് തോന്നിയാൽ നമ്മൾ വെള്ളം കുടിക്കാതെ പിടിച്ചു നിൽക്കും. എന്താ നമ്മുടെ മനസ്സിലുള്ളത്? ആയല്ലോ, അസറായല്ലോ, ഇനി മഗ്രിബ് വരെയല്ലേ ക്ഷമിക്കേണ്ടൂ എന്നാണല്ലോ നമ്മൾ ചിന്തിക്കുക. മഗ്രിബ് കഴിഞ്ഞാൽ വെള്ളം കിട്ടുമല്ലോ എന്നാണല്ലോ നമ്മൾ ചിന്തിക്കുക. ഇതേ ചിന്ത ജീവിതത്തിൽ വെച്ച് പുലർത്താൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ് റമളാൻ നമ്മളെ ചെയ്യുക. അള്ളാഹു കൽപ്പിച്ചൊരു കാര്യം ചെയ്യാൻ നമ്മൾ മടിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, റമളാനിലെ പകൽ മുഴുവൻ അള്ളാഹു പറഞ്ഞതിൻ്റെ പേരിൽ നമുക്ക് ഏറ്റവും വേണ്ട ലഭ്യമായ വെള്ളം പോലും നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അള്ളാഹു കൽപ്പിച്ചതിൻ്റെ പേരിൽ നമുക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് നമ്മളെ പരിശീലിപ്പിക്കുകയാണ് റമളാനിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും മഗ്രിബ് വരെ, അല്ലെങ്കിൽ ഇന്ന് രാവിലെ ആയാൽ വൈകുന്നേരം വരെ അല്ലേ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കേണ്ട ഒരു തസ്കിയത്ത്, ഒരു ബോധം, അതെന്താ? അത് മരിക്കുന്നത് വരെയല്ലേ, ഈ ദുനിയാവിൽ മരണപ്പെട്ടു പോകുന്നത് വരെയല്ലേ ഞാൻ ക്ഷമിക്കേണ്ടതുള്ളൂ എന്ന ചിന്തയാണ്. പരിശുദ്ധ ഖുർആൻ സ്വർഗത്തെ പറഞ്ഞതിൻ്റെ ശേഷം ഏറ്റവും കൂടുതൽ അനുഗമിച്ച് അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞ രണ്ട് പ്രയോഗങ്ങൾ, ഒന്ന് തഖ്വയാണ്, മറ്റൊന്ന് സ്വബ്ർ, ക്ഷമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് ഉഇദ്ദത ലിൽ മുത്തഖീൻ, ഇത് മുത്തഖീങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതാണ്. നൂരിസു മിൻ ഇബാദിന മൻ കാന തഖിയ, എൻ്റെ അടിമകളിൽ നിന്ന് തഖ്വയുള്ള ആളുകൾക്ക് വേണ്ടി അനന്തരമായി നാം സംവിധാനിച്ചതാണ് എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ പരാമർശിക്കുമ്പോൾ ഖുർആനിൽ പരാമർശിക്കുന്ന വാചകങ്ങളാണ്. അമ്മ ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമു സ്വാബിരീൻ. അമ്മ ഹസിബത്തു, നിങ്ങൾ കരുതുന്നുണ്ടോ, അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന്, വലമ്മാ യഅലമില്ലാ, അള്ളാഹു അറിയാതെ, അല്ലദീന ജാഹദൂ മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ പരിശ്രമിക്കാൻ, ധർമ്മസമരം നടത്താൻ, ജിഹാദ് ചെയ്യാൻ സാധിക്കുന്നവർ ആരാണ് എന്ന് അള്ളാഹു അറിഞ്ഞിട്ടല്ലാതെ, പരീക്ഷിച്ചത് ബോധ്യപ്പെട്ടിട്ടല്ലാതെ, വയഅലമു സ്വാബിരീൻ, നിങ്ങളെ കൂട്ടത്തിൽ ക്ഷമിക്കുന്നവരാരാണ് എന്ന് നിങ്ങളെ പ്രവർത്തനങ്ങളിലൂടെ പരിശോധിക്കുകയും അത് അറിഞ്ഞിട്ടുമല്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന പരിശുദ്ധ ഖുർആന്റെ ചോദ്യം, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളൊരു എക്സസൈസാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു പരിശീലനമാണ് റമളാനിലൂടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ എന്താക്കേണ്ടത്, നേടിയെടുക്കേണ്ടത്. ഇത് നേടിയെടുക്കാൻ പാകത്തിൽ ജീവിതത്തെ ക്രമീകരിക്കാത്തവർ അവരാണ് നോമ്പിൻ്റെ പകൽ സമയം ഭക്ഷണം ഒഴിവാക്കിയിട്ടും നഷ്ടം സംഭവിച്ചു പോകുന്ന ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ എളുപ്പത്തിൽ പഠിപ്പിച്ചു തന്ന ഒരു കാര്യമാണ്, മൻ ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തുആമഹു വ ശറാബഹു. ആരെങ്കിലും ഒരാൾ നോമ്പ് നോറ്റിട്ട് ഒരു മ്ലേച്ഛവൃത്തിയായ ഒരു വൃത്തികേടിൽ നിന്ന്, വൃത്തികേട് പറയുന്നതോ അത് കേൾക്കുന്നതോ അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുന്നതിലോ മാറി നിൽക്കുന്നില്ല, സംസാരത്തിൽ സൂക്ഷ്മത പുലർത്തുന്നില്ല, ജീവിതത്തിൽ കാണാതിരിക്കാനുള്ള സൂക്ഷ്മത പുലർത്തുന്നില്ല, സമ്പത്ത് അപഹരിക്കാതിരിക്കാനുള്ള സൂക്ഷ്മത പുലർത്തുന്നില്ല, കൗല സൂരി വല അമല ബിഹി, മോശപ്പെട്ട വർത്തമാനവും മോശപ്പെട്ട പ്രവൃത്തിയും ഒഴിവാക്കാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി എടുക്കുന്നവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹ്ക്ക് അതുകൊണ്ട് ആവശ്യമില്ല, നമ്മളങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കൊണ്ട് റബ്ബിനൊട്ടൊന്നും കിട്ടാനും പോകുന്നില്ല. ഇത് നമ്മളെ പഠിപ്പിക്കലും നമ്മൾ ഉൾക്കൊള്ളലുമാണ് റമളാനിൻ്റെ ഏറ്റവും വലിയ ചൈതന്യം, അല്ലെങ്കിൽ റമളാൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നോമ്പ് കൊണ്ട് നേടിയെടുക്കേണ്ടത് തഖ്വയാണ്. ആ തഖ്വ നേടിയെടുക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നതാണ് ആ നിലക്ക് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, നാലാമത്തൊരു കാര്യം, നോമ്പുകാരൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള വിലയെ നമ്മൾ മനസ്സിലാക്കണം. വലിയ സ്ഥാനം അതിനുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മളൊക്കെ ജീവിതത്തിൽ എത്ര അനേകം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ആളുകളാണ്. മനുഷ്യരുമായുള്ള ഇടപാടിൻ്റെ വിഷയത്തിൽ, സാമ്പത്തികമായും മക്കളുടെ വിഷയത്തിൽ ഒക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണ്. എല്ലാവർക്കും അവരുടേതായ ജീവിത പരിസരത്തിൽ പ്രയാസങ്ങളുണ്ട്. ശാരീരിക വേദനകളുള്ളവർ, കുടുംബത്തിൽ പ്രയാസങ്ങളുള്ളവർ, എല്ലാവർക്കും അവരുടേതായ പരിസരത്തു നിന്നുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ. ഇത് പറയാൻ, അള്ളാഹുവിനോട് സംസാരിക്കാൻ ഒരു വിശ്വാസിക്ക് കിട്ടുന്ന ഏറ്റവും സുവർണമായ അവസരമാണ് നോമ്പുകാരായിരിക്കുള്ള സന്ദർഭം. നമുക്ക് സൂറത്തുൽ ബഖറ 180 മുതൽ തുടങ്ങി 200 വരെ എത്തുന്ന ആയത്തുകൾക്കിടയിലാണ് റമളാനിൻ്റെ വിധിവിലക്കുകൾ, നോമ്പിൻ്റെ വിധിവിലക്കുകൾ അള്ളാഹു സംസാരിക്കുന്നത്.
ഞാൻ നേരത്തെ ഓതിയ കുത്തിബ അലൈക്കും സിയാം ആയത്ത് അവിടെയാണുള്ളത്. ഷഹ്ർ റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ആ ഭാഗത്താണുള്ളത്. അതുപോലെ ഫമൻ ഷഹിദ മിൻകും ഷഹ്റ ഫൽയസും, നിങ്ങൾ ആ മാസത്തിൽ ആരെങ്കിലും ഹാജരായാൽ നോമ്പ് നോക്കണം. നിങ്ങൾ യാത്രക്കാരാണോ അല്ല നിങ്ങൾ രോഗികളാണോ, നിങ്ങൾ അന്ന് നോമ്പ് നോക്കണ്ട, മറ്റൊരു ദിവസം നോമ്പ് നോറ്റ് വീട്ടണം. നിങ്ങൾ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കണം, രാത്രിയായാൽ നിങ്ങൾക്കത് അനുവദനീയമാണ്. ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ പറഞ്ഞു പോകുന്നത് ഈ ബക്കറയിലെ ഈ 180 മുതൽ 200 വരെയുള്ള ആയത്തുകൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ്. 186 ആയത്തിൽ അള്ളാഹു നമ്മളോടൊരു കാര്യം പറയുന്നുണ്ട്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫല്യസ്തജീബൂ ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. എത്ര മനോഹരമായ ഒരു പ്രയോഗമാണ് അള്ളാഹു നമ്മളോട് നടത്തുന്നത്. വഇദാ സഅലക ഇബാദി, എൻ്റെ പ്രവാചകരെ, എൻ്റെ അടിമകൾ പ്രവാചകരെ താങ്കളോട് എന്നെക്കുറിച്ച് ചോദിച്ചാൽ, അള്ളാഹു പറയാണ് നബിയോട്, പ്രവാചകരെ എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് താങ്കളോട് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം എന്ത്? ഫഇന്നി ഖരീബ്, ഞാൻ അവരോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവരാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അള്ളാഹു അവരുടെ അടുത്തായതുകൊണ്ട് അവർക്ക് കിട്ടുന്ന ഗുണം എന്താണ്? ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, പ്രാർത്ഥിക്കുന്നവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം കൊടുക്കും എന്ന് നമ്മളെ സൃഷ്ടിച്ച സ്രഷ്ടാവ്, നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സ്രഷ്ടാവ് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് തരുന്ന ഉറപ്പാണത്. എന്നിട്ട് അള്ളാഹു പറയാണ് ഫല്യസ്തജീബൂ ലീ, അവരെന്നോട് ചോദിക്കട്ടെ, വൽയുഅ്മിനൂ ബി, എന്നിൽ വിശ്വസിക്കട്ടെ, ലഅല്ലഹും യർഷുദൂൻ, അവർ നേർമാർഗം പ്രാപിക്കുന്നവരാകും. അപ്പോൾ ഈ ആയത്തിന് മറ്റൊരു പ്രത്യേകതയുള്ളത്, നേരത്തെ പറഞ്ഞതുപോലെ റമളാനിലെ വിധിവിലക്കുകളും നിയമങ്ങളും ഒക്കെ പറയുന്നതിൻ്റെ ഇടകലർന്ന് 180 മുതൽ ഇങ്ങനെ തുടങ്ങി 186 ആയത്താണ് ഈ 190 200 വരെയുള്ള ആയത്തുകൾ ഫുള്ള് റമളാൻ്റെ വിധിവിലക്കാണ് പറയുന്നത്. അതിനിടയിൽ പ്രത്യക്ഷത്തിൽ റമളാനും നോമ്പുമായി ഒന്നും ബന്ധമില്ലാത്തൊരായത്താണല്ലോ അള്ളാഹു പറയുന്നത്, അല്ലേ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഗുണപാഠമുണ്ട്. അതെന്താ? ഒന്ന്, ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ അങ്ങനെ ഒരു ശൈലിയില്ല. ഒരു 10 ആയത്ത് അള്ളാഹു ഒരു കാര്യം വിശദീകരിക്കുന്നു, അതിനിടയിൽ 4ാമത്തെ 5ാമത്തെ ആയത്ത് ഈ 10 ആയത്തിനോടും ചേരാത്ത മറ്റൊരു സാഹചര്യത്തിലുള്ള എന്തോ വിശദീകരിക്കുന്നു. അങ്ങനെ ഒരു രീതി, ഒരു ആഖ്യാന രീതി, അങ്ങനെ ഒരു വിവരണ രീതി ഖുർആനിലില്ല. അപ്പോൾ മഹാനായ മുഫസ്സിർ, തഫ്സീർ പണ്ഡിതന്മാരുടെ ഏറ്റവും പ്രഗത്ഭനായ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ്, വഫി ദിക്രിഹി തആല ഹാദിഹിൽ ആയൽ ബാഇസ് അല ദുആ, പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രചോദിപ്പിക്കുന്ന ഈ ആയത്ത് അല്ലാഹു പറഞ്ഞത് മുതഖല്ലിലത്തുൻ ബൈന അഹ്കാമി സിയാം, നോമ്പിൻ്റെ വിധിവിലക്കുകൾ പറയുന്നതിനോട് ഇടകലർന്ന് ഇടയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഒരു ഉത്തേജനം നൽകുന്ന, പ്രേരിപ്പിക്കുന്ന ഒരു ആയത്ത് അല്ലാഹു പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഇർഷാദുൻ, അതൊരു നിർദ്ദേശമാണ്. ഇലൽ ഇജ്തിഹാദി ഫി ദുആ, പ്രാർത്ഥിക്കാൻ വേണ്ടി പരിശ്രമിക്കൂ നോമ്പുകാരെ എന്ന നിർദ്ദേശമാണ് പറഞ്ഞത് എന്ന ഇന്ദ ഇക്മാലിൽ ഇദ്ദ ബൽ വ ഇന്ദ കുല്ലി ഫിത്രിൻ, നോമ്പ് റമളാനിൻ്റെ എല്ലാ നോമ്പുകാരായിരിക്കുന്ന എല്ലാ സമയത്തും, പ്രത്യേകിച്ചും നോമ്പ് തുറക്കുന്ന സമയത്തും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്ന് പറയാനാണ് നോമ്പിനെക്കുറിച്ച് പറയുന്നതിനിടയിൽ പ്രാർത്ഥനയെക്കുറിച്ച് അള്ളാഹു സ്മരിച്ചത് എന്നാണ്. അതുകൊണ്ട് നമ്മൾ നന്നായി നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നോമ്പുകാരായിരിക്കുക സമയം കണ്ടെത്തണം. ഈ ആയത്ത് നോക്കൂ, അള്ളാഹു പറയാണ്, പ്രവാചകരെ എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ, ഇപ്പം നമ്മളെക്കുറിച്ച് ഒരാൾ ചോദിച്ചാൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കൊടുക്കാം? അല്ലെ, നമ്മളോട് ഒരാളോട് പറയാണ്, ഇയാളറ്റ നിങ്ങളോട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞു കൊടുക്കാം? നമ്മൾ അഡ്രസ്സ് പറയാം, നമ്മുടെ നിറം പറയാം, നമ്മുടെ സ്വഭാവം പറയാം, നമ്മുടെ സാമ്പത്തികാവസ്ഥ പറയാം, നമ്മുടെ തറവാട് പറയാം, നമ്മുടെ കുടുംബത്തെക്കുറിച്ച് പറയാം, അല്ലെ, ഇങ്ങനെ പല കാര്യങ്ങൾ, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത പറയാം, എല്ലാം പറയാം. പക്ഷെ നമ്മളൊരാൾ പറയാണ് എന്നെക്കുറിച്ച് ചോദിച്ചാൽ, നമുക്ക് അവരുടെ അടുത്ത് അങ്ങനെ നമ്മൾ അന്വേഷിച്ച് വരുന്ന ഒരാളോട് നമ്മൾ പറയാൻ ഏറ്റവും ആഗ്രഹിക്കുക എന്തായിരിക്കും? ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഞാൻ ഡിഗ്രിക്കാരനാണെന്ന് പറയണം, ഞാൻ ഇന്ന കുടുംബത്തിലുള്ളതാണെന്ന് പറയണം എന്നാണ് നമ്മൾ പറയാം, അല്ലേ? അള്ളാഹു പറയാണ്, എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ അസംഖ്യം കാര്യങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറയാനുണ്ടാകുമ്പോൾ അള്ളാഹു പറയാണ്, ഞാൻ അവരോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവരാണ് എന്ന സത്യം പ്രവാചകരെ താങ്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് പറയാണ്, നമ്മളോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന നമ്മുടെ റബ്ബ് പ്രാർത്ഥിക്കൂ, എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ ഉത്തരം നൽകുമെന്ന് സംശയമില്ലാത്ത വിധം നമ്മളോട് പറയാം. അപ്പോൾ പിന്നെ എന്തിനാണ് സഹോദരങ്ങളെ മുസ്ലിം സമൂഹത്തിലുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ നമ്മൾ പ്രാർത്ഥിച്ചാൽ, നമ്മളൊന്ന് വിളിച്ചാൽ കേൾക്കുമെന്ന് ഉറപ്പില്ലാത്ത, അല്ലെങ്കിൽ കേൾക്കില്ല എന്ന് ഉറപ്പുള്ള, മൈലുകൾ അപ്പുറത്ത് മരണപ്പെട്ട് കബറടക്കപ്പെട്ട് മണ്ണായി പോയിട്ടുള്ള മനുഷ്യരോട് ചോദിക്കേണ്ടതിൻ്റെ കാര്യം തന്നെ പിന്നെന്താണ്? അള്ളാഹു പറയുന്നു, നമ്മളോട് ഏറ്റവും അടുത്തുള്ളവൻ റബ്ബാണ്. ആ റബ്ബ് ചോദിച്ചാൽ ഉത്തരം നൽകുമെന്നും ഉറപ്പ് പറയുമ്പോൾ
പിന്നെ ഇതിനൊന്നും ഉറപ്പ് പറയാൻ കഴിയാത്ത ഭൗതികപരമായി അവരുടെ മരണത്തോടുകൂടെ മണ്ണായി പോയിട്ടുള്ള ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുകയോ അവരവലംബിക്കുകയോ ചെയ്യാൻ എങ്ങനെയാണ് വിശ്വാസികൾക്ക് പറ്റുക? പ്രത്യേകിച്ച് റമദാൻ വരുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് തുറന്ന് ചോദിക്കാനും സംസാരിക്കാനുമുള്ള ഒരു മാനസികാവസ്ഥയും തയ്യാറെടുപ്പും നമുക്കുണ്ടാകണമെന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ഒരു ഹദീസ് കൂടെ ആ വിഷയത്തിൽ തന്നെ ഓർമ്മപ്പെടുത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ ലാ തുറദ്ദു ദഅവതുഹും, 3 ആളുകൾ അവരുടെ പ്രാർത്ഥന അള്ളാഹു തട്ടിക്കളയുകയില്ല. ഒന്ന് സ്വായിമു ഹത്താ യുഫ്തിർ, നോമ്പുകാരൻ. ഒന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പുകാരൻ നോമ്പ് തുറക്കുന്നത് വരെയുള്ള സമയത്തെ പ്രാർത്ഥന അള്ളാഹു തട്ടിക്കളയുകയില്ല. എന്നിട്ട് മറ്റു 2 വിഭാഗങ്ങൾ പറഞ്ഞത്, ഒന്ന് നീതിമാനായ ഭരണാധികാരിയാണ്, മറ്റൊന്ന് ആക്രമിക്കപ്പെട്ടവൻ, അക്രമത്തിനിരയായവർ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യർഫഉഹു അല്ലാഹു ഫൗകൽ ഗമാം, ഈ പ്രാർത്ഥനയെ അള്ളാഹു കാർമേഘങ്ങൾക്ക് മുകളിലേക്ക് ഉയർത്തും. വയഫ്തഹു ലഹ അബ്വാബ സമ, ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അള്ളാഹു ആകാശലോകത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കും. എന്നിട്ട് റബ്ബ് പറയും, വഇസ്സതി ലഅൻസുറന്നക വലൗ ബഅദ ഹീൻ, എൻ്റെ പ്രതാപം തന്നെയാണ് സത്യം, അല്പം കഴിഞ്ഞിട്ടാണെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ നിന്നെ സഹായിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് നോമ്പുകാരൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കും. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, നോമ്പുകാരായിരിക്കുന്ന സമയത്ത് നമ്മളൊരു പ്രാർത്ഥന അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന കേട്ട് ആ പ്രാർത്ഥനയ്ക്ക് സഞ്ചരിക്കാൻ, അല്ലെങ്കിൽ ആ പ്രാർത്ഥനയെ സ്വീകരിക്കാൻ അള്ളാഹു ആകാശലോകത്തെ കവാടങ്ങൾ തുറന്നു വെച്ച് പിന്നെ ഇസ്സത്തോടുകൂടെ പ്രതാപത്തോടുകൂടെ അള്ളാഹു പറയും, കുറച്ച് കഴിഞ്ഞാണെങ്കിലും ഞാൻ നിന്നെ സഹായിക്കും. അതിന് എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ചിലപ്പോൾ പ്രാർത്ഥിക്കുന്ന വേളയിലോ പ്രാർത്ഥിക്കുന്ന അന്നോ ഈ വർഷമോ ഒന്നും നമുക്ക് ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് വരാം. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിരപരാധിയായിരിക്കെ ജയിലിലടക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കൂടെ ജയിലിലടക്കപ്പെട്ട വേറെയും 2 ആളുകളുണ്ടായിരുന്നു. ചരിത്രം നമ്മൾ പഠിച്ചതാണല്ലോ. അപ്പോൾ ഇവർ കണ്ട സ്വപ്നത്തിൻ്റെ ഭാഗമായി, അത് ആഖ്യാനത്തിൻ്റെ ഭാഗമായി മറ്റു 2 പേരെയും നേരത്തെ ജയിൽ മോചിതരാക്കി. നിരപരാധിയായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ആ കാരാഗ്രഹത്തിൽ, ആ ജയിലിൽ അങ്ങനെ കഴിയാം. ഈ 2 പേരും ജയിലിൽ നിന്ന് മോചിതരായതിൻ്റെയും കുറെ കഴിഞ്ഞ യൂസുഫ് നബി മോചിതനാകുന്നത്. ഈ സംഭവത്തിൽ നിന്ന് ചരിത്രമാണ് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ആദ്യം പോയ 2 പേരും കൂടുതൽ കാലം ജീവിക്കാൻ കഴിയാതെ അവരുടെ ആയുസ് തീർന്നു പോയിട്ടുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് അവർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കുറച്ച് താമസിച്ചാണെങ്കിലും മോചിതനായതെങ്കിലും എവിടെയാണ് അവരോധിക്കപ്പെടുന്നത്? പിന്നെ കിട്ടുന്ന സ്ഥാനം എന്താണ്? മിസ്റിൻ്റെ മന്ത്രിപദത്തിലേക്കാണ് പിന്നീട് അദ്ദേഹം മടങ്ങി വരുന്നത്. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അല്പം ക്ഷമിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു നൽകുന്ന ഉത്തരത്തിൽ ഖേദിക്കേണ്ടി വരികയില്ല. ഇനി ഇവിടെ നിന്ന് ആ ഉത്തരം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പരലോകത്ത് നമുക്ക് അനുഭവിക്കാൻ പറ്റുമെന്നും നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് പ്രത്യേകം സൂക്ഷിക്കണം, ഓർമ്മിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 5ാമത്തെ കാര്യം, പരിശുദ്ധ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധത്തെ ദൃഢമാക്കിയെടുക്കാൻ ഈ റമദാനിനല്ലാതെ പിന്നെ എപ്പോഴാണ് നമുക്ക് പറ്റുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്ന് എല്ലാ റമദാനിലും പ്രവാചകന്റെ ഹിഫ്ള് പരിശോധിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. പ്രവാചകന്റെ ശേഷമുള്ള സ്വഹാബികൾ മുതൽ ഇങ്ങോട്ട് മുൻഗാമികളായ എല്ലാവരും റമദാനായാൽ അവരുടെ ഏറ്റവും ആദ്യത്തെ പരിഗണന അത് ഖുർആനാണ്. പരിശുദ്ധ ഖുർആൻ ഓതാനും കേൾക്കാനും അത് പഠിക്കാനുമാണ് അവർ സമയം കണ്ടെത്തിയിരുന്നത്. ഒരു ദിവസം കൊണ്ട് ഒരു ഖത്ം ഓതി തീർത്ത, 3 ദിവസം കൊണ്ട് ഒരു ഖത്ം ഓതി തീർത്ത ഇമാം ഷാഫിഈ, ഇമാം ബുഖാരി റഹിമഹുമുല്ലാ, അവരെയൊക്കെ പോലെയുള്ള മുൻഗാമികളായ ആളുകളുടെ ചരിത്രം നമ്മൾ പഠിക്കുന്നത്. അവർക്ക് 24 മണിക്കൂറാണ്, നമുക്ക് 24 മണിക്കൂറാണ്. ഈ റമദാനിലുള്ള പുണ്യം മുഴുവൻ ലഭിക്കുന്നത് എങ്ങനെയാണ്? ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതാണല്ലോ റമദാൻ മാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ആ റമദാനിൽ അള്ളാഹു നമുക്ക് ആഫിയത്ത് തന്ന് ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് തന്നിട്ട് ആ ഖുർആനിനെ ഒന്ന് പരിഗണിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ, ഒരു ഖത്മെങ്കിലും ഒരു റമദാനിൽ ഓതി തീർക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ, പിന്നെ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് കൊണ്ട് നഷ്ടം സംഭവിച്ചവരുണ്ട് എന്ന് പറഞ്ഞവരിൽ നമ്മളല്ലാതെ പിന്നെ ആരും ഉൾപ്പെടും? അത്തരക്കാരല്ലാത്ത, ഖുർആനിനെ പോലും പരിഗണിക്കുന്നവരല്ലാത്ത ആരാണ് പിന്നെ ഉൾപ്പെടുക? പൊതുവെ നോമ്പാണ് എന്ന് പറഞ്ഞ് അവരുടെ സമയം അങ്ങനെ കളയുന്ന, പിന്നെ പ്രത്യേകിച്ച് നന്മകളൊന്നും ചെയ്യാൻ ശ്രമിക്കാതിരിക്കുന്ന സ്വഭാവം പലരിലും കാണാറുണ്ട്. അതല്ല ശരി. ഒരിക്കൽ മസ്ജിദ് നബവിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമൻ, ഇന്ന് ആരാണ് ഈ കൂട്ടത്തിൽ നോമ്പുകാരുള്ളത്? ഒരാളിങ്ങനെ കൈപൊന്തിച്ചു, അന യാ റസൂലുള്ളാഹ്, ഞാനുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ അത്അമ അൽ യൗമ മിൻകുമുൽ യൗമ മിസ്കീന, ഇന്നത്തെ ദിവസം ആരാണ് നിങ്ങളെ കൂട്ടത്തിൽ ഒരു പാവപ്പെട്ട ആൾക്ക് ഭക്ഷണം കൊടുത്തത്?
നേരത്തെ കൈപൊന്തിച്ചു അതേ വ്യക്തി കൈപൊന്തിച്ചു, അന യാ റസൂലല്ലാഹ് ഞാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ ഇത്തബഅ മിൻകുമുൽ യൗമ ജനാസത്തൻ, നിങ്ങളിൽ ആരെങ്കിലും ഇന്നൊരു ജനാസയെ അനുഗമിച്ചിട്ടുണ്ടോ, മയ്യത്ത് സംസ്കരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? ആ വ്യക്തി വീണ്ടും കൈ ഒന്നിച്ചു, നബിയെ ഞാനുണ്ട്. നാലാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, രോഗിയെ സന്ദർശിച്ച് ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? അതേ വ്യക്തി കൈ പൊന്തിച്ചു, ഞാനുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു ഈ 4 ചോദ്യങ്ങൾക്കും ഞാനുണ്ട് എന്ന് പറഞ്ഞ് കൈ പൊന്തിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ 4 കാര്യവും ഒരാളിൽ ഒത്തുചേർന്ന് വന്നാൽ അവന് സ്വർഗം പിന്നെ അവന് നിർബന്ധമായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ നമുക്ക് എന്താ പറയുക, നോമ്പുകാരനായിരിക്കെ തന്നെയാണ് പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്നത്, നോമ്പുകാരനായിരിക്കെ തന്നെയാണ് ഒരു രോഗിയെ കാണാൻ പോകുന്നത്, നോമ്പുകാരനായിരിക്കെ തന്നെയാണ് ഒരു ജനാസ മറവ് ചെയ്യുന്നതിൽ പങ്കെടുക്കുന്നത്. അപ്പം നോമ്പായി കഴിഞ്ഞാൽ പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയൊന്നും എടുക്കാതെ മെനക്കേടൊന്നും ഇല്ലാതെ അതിങ്ങനെ ഉറങ്ങിയും അങ്ങനെയൊക്കെ തീർക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കിയതെങ്കിൽ അതല്ല നോമ്പുകാരൻ്റെ ദൗത്യം. നോമ്പുകാരനായിരിക്കെ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടെ നന്മകൾ ചെയ്യാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അങ്ങനെ ഒരു ബോധ്യം നമുക്കുണ്ടാവുകയും തഖ്വ വർദ്ധിപ്പിക്കാൻ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്ത് പരിശുദ്ധ റമളാനിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്താനുള്ളത്. അവസാനമായി കുറച്ച് കാര്യങ്ങൾ കൂടെ റമളാനിൻ്റെ നിയമങ്ങളുമായി വിധിവിലക്കുകളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഒന്ന്, റമളാനിലെ നോമ്പിന് നിയ്യത്ത് വളരെ പ്രധാനമാണ്. എല്ലാ കർമ്മങ്ങൾക്കും നിയ്യത്ത് വളരെ പ്രധാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. കർമ്മങ്ങളെല്ലാം നിയ്യത്ത് പരിഗണിച്ചാണ്. ഓരോ വ്യക്തിക്കും അവരെന്താണോ നിയ്യത്താക്കിയത് അതിനനുസരിച്ചാണ് കൂലി കിട്ടുക. എന്നിട്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞത് എന്താണ്, ഒരാൾ ഹിജ്റ പോയി, ഹിജ്റ പോകുമ്പോൾ അയാളുടെ മനസ്സിലുള്ളത് എന്താണ്, ആ ഹിജ്റ പോകുന്ന നാട്ടിലെത്തിയിട്ട്, എന്തിനാണ് ഹിജ്റ പോകുന്നത്? അള്ളാഹിൻ്റെ മാർഗത്തിനാണല്ലോ ഹിജ്റ പോവുക. ഹിജ്റ പോവുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു നാട്ടിൽ ഇസ്ലാമികമായി നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ അതിന് പറ്റുന്ന ഒരു നാട്ടിലേക്ക് എല്ലാം ത്യജിച്ച് യാത്ര ചെയ്ത് പോകുകയാണല്ലോ. അങ്ങനെ പോകുന്ന ഒരു വ്യക്തി ഹിജ്റ ചെയ്ത് പോകുന്ന നാട്ടിലുള്ള കച്ചവട താല്പര്യങ്ങളും അല്ലെങ്കിൽ അവിടെയുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യാനൊക്കെയാണ് ഹിജ്റ പോയതെങ്കിൽ ഫഹിജ്റത്തു ഇലാ മാ ഹാജറ ഇലൈഹി, അവൻ എന്താണോ ഉദ്ദേശിച്ചത് അതാണ് അവൻ്റെ പിന്നെ അവനെ ഹിജ്റയുടെ ഉദ്ദേശമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. അപ്പോൾ ഈ നിലക്കാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്ന മനുഷ്യൻ്റെ മനസ്സെന്താണോ അതാണ് നിയ്യത്ത്. അള്ളാഹുവിന് വേണ്ടിയാണ് എന്ന് പൂർണ്ണ ഉദ്ദേശത്തോട് ചെയ്യാണോ അത് നല്ല നിയ്യത്താണ്. അതല്ല ആളുകൾ കണ്ടാൽ എന്താവും, മോശമല്ലേ, റമളാൻ നോമ്പ് പിടിച്ചില്ലെങ്കിൽ മോശമല്ലേ, ആളുകൾ എന്ത് പറയുമെന്നോ അല്ലെങ്കിൽ ഭക്ഷണം കിട്ടുക എന്തായാലും അന്ന പിന്നെ നോമ്പെടുക്കുക എന്നോ ഒന്നുമല്ല നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. മാത്രമല്ല പ്രത്യേകിച്ച് റമളാനിലെ ഫർള് നോമ്പിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മല്ലം യുബയ്യിത്തി സിയാം ഖബല തുലൂഇൽ ഫജ്രി ഫലാ സിയാമ ലഹു. ഫജർ ആകുന്നതിൻ്റെ മുമ്പ് തന്നെ ആരെങ്കിലും റമളാനിലെ നോമ്പിന് വേണ്ടി നിയ്യത്താക്കിയിട്ടില്ലെങ്കിൽ, അവനത് നോമ്പ് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഫലാ സിയാമഹു, പിന്നെ അവന് നോമ്പില്ല. അപ്പം നാളെ ഫജർ കഴിഞ്ഞ് ഞാൻ നോമ്പ് പിടിക്കുമെന്ന് ഫജറിന് മുമ്പ് നോമ്പിന് മനസ്സിൽ നിയ്യത്താക്കണം. അവർക്ക് മാത്രമേ അന്നത്തെ നോമ്പുള്ളൂ. വല്ല കാരണവശാലും ഞാൻ നോമ്പ് പിടിക്കുന്നില്ല എന്നാണ് ആ സമയത്ത് നമ്മൾ തീരുമാനിച്ചതെങ്കിൽ പിന്നെ ഫജർ കഴിഞ്ഞിട്ട് നോമ്പ് പിടിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അങ്ങനെ നോമ്പ് പിടിച്ച് പോകാൻ പറ്റില്ല. അവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഒരു കർമ്മത്തിനും നാവ് കൊണ്ട് ഉച്ചരിക്കലല്ല നിയ്യത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഓരോരുത്തർക്കും അവരുടെ നിയ്യത്ത് അനുസരിച്ചാണ് കൂലി കിട്ടുക. അത് നിസ്കാരത്തിനും അതെ, നോമ്പിനും അതെ, ദാനധർമ്മങ്ങൾക്കും അതെ, ഹജ്ജിനും അതെ, ഉംറക്കും അതെ, എല്ലാ കാര്യങ്ങൾക്കും അതെ. അപ്പം ഈ പറയുന്ന കർമ്മങ്ങളൊക്കെ ഒരാൾ നാവ് കൊണ്ട് പറഞ്ഞിട്ടാണ് ചെയ്താലാണ് നിയ്യത്ത് ശരിയാവുള്ളൂ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, നമ്മുടെ നാട്ടിലെ ആളുകൾ അങ്ങനെ നിയ്യത്ത് പറയുന്ന വാചകങ്ങൾ നവൈത്തുലില്ലാഹി സൗമഖദിൻ അന്നാദായി എന്നൊക്കെ തുടങ്ങുന്ന വാചകം, നിയ്യത്തിൻ്റെ വാചകം ഒരൊറ്റ ഹദീസ് ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയ്യത്തോടുകൂടിയാണല്ലോ നോമ്പ് നോറ്റത്. ആ നബി ഈ വാചകങ്ങൾ പറഞ്ഞ് നോമ്പ് പിടിച്ചിട്ടില്ല. അങ്ങനെ എവിടെയും നമുക്ക് കാണുക സാധ്യമല്ല. ഇനി ഒരു കർമ്മം ശരിയാവണമെങ്കിൽ നാവ് കൊണ്ട് ഇങ്ങനെ നിയ്യത്ത് പറയണമെന്നാണ് അവസ്ഥയെങ്കിൽ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, നന്മ ചെയ്യാൻ എങ്ങനെയാണ് നമുക്ക് പറ്റുക? ഇപ്പോൾ പള്ളിയിൽ കയറുമ്പോൾ വലതുകാലം വെച്ച് കയറൽ സുന്നത്താണ്. അപ്പോൾ ഒരാൾ പള്ളി കയറുമ്പോൾ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ കൂലി കിട്ടാൻ വേണ്ടി ഞാൻ വലതുകാലം വെച്ച് കയറുന്നു. റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഇടതുഭാഗത്തേക്ക് തുപ്പൽ സുന്നത്താണ്. തുപ്പുണ്ടെങ്കിൽ ഇടതുഭാഗത്തേക്ക് തുപ്പൽ സുന്നത്താണ്. അപ്പോൾ ആ കൂലി കിട്ടാൻ വേണ്ടി നിയ്യത്താക്കൽ എങ്ങനെ? അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ കൂലി കിട്ടാൻ വേണ്ടി ഞാൻ ഇടതുഭാഗത്തേക്ക് തുപ്പുന്നു, ഇങ്ങനെ പറഞ്ഞിട്ട് തുപ്പുക. ദാനധർമ്മം കൊടുക്കുമ്പോൾ അങ്ങനെ ചെയ്തൊരു ദാനധർമ്മം കൊടുക്കുക. ചെരുപ്പിടുമ്പോൾ വലത് കാലം മുന്നിക്കുക. അപ്പം അത് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്താൽ ഒരു മനുഷ്യനോട് ജീവിക്കാൻ സമയം ഉണ്ടാവുക? ഇത് പറയാനല്ലേ സമയം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നിയ്യത്ത്, അത് പണ്ഡിതന്മാരൊക്കെ പഠിപ്പിച്ചതുപോലെ മഹല്ലു നിയ്യ അൽ ഖൽബ്, നിയ്യത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് നാവല്ല, ഹൃദയമാണ്.
അതുകൊണ്ട് ഒരാൾ പള്ളിയിൽ പോയി ഇമാമ ചൊല്ലിക്കൊടുത്തതനുസരിച്ച് നെവൈത്തൊക്കെ ചൊല്ലി തിരിച്ചു വന്നു, നോമ്പ് നോക്കണത് എന്തിനാ? ഉമ്മ ഭക്ഷണം തരൂല അതുകൊണ്ട് നോമ്പ് നോക്കാണ്. അവൻ്റെ നീയത്ത് ശരിയല്ലല്ലോ. നാവ് കൊണ്ട് പറഞ്ഞതൊക്കെ ശരിയാണ്, വാചകങ്ങൾ അങ്ങനെ തന്നെയാണ്. പക്ഷേ അതല്ല മനസ്സിലുള്ളതെങ്കിൽ അള്ളാഹു സ്വീകരിക്കാൻ മനസ്സിലുള്ളതാണ് എന്നതിൽ തർക്കമല്ലല്ലോ. അതുകൊണ്ട് നോമ്പ് റമദാനിലെ നോമ്പാകുമ്പോൾ നിർബന്ധമായും നീയത്തുണ്ടാകണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന്, നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ പൊതുവെ 7 കാര്യങ്ങൾ കൊണ്ടാണ് നോമ്പ് മുറിയുക. ഒന്ന്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. അങ്ങനെ നമുക്കറിയാതെ നോമ്പ് മുറിയുന്ന കാര്യമാണ്. 2 മാസം തുടർച്ചയായി നോമ്പ് നോക്കുക എന്നതാണ് അതിൻ്റെ അതിൻ്റെ പാപപരിഹാര മാർഗമായിട്ടുള്ളത്. രണ്ടാമത്തത് ഇസ്തിംന. പണ്ഡിതന്മാർ പഠിപ്പിച്ചു സ്വയംഭോഗം ചെയ്താൽ നോമ്പ് മുറിയും. ആളുകൾ പലപ്പോഴും മറ്റു പ്രകടമായ തിന്മകളിൽ നിന്നൊക്കെ മാറി നിന്ന് നോമ്പുകാരനായിരിക്കെ പകൽ സമയത്ത് തന്നെ ഇത്തരം വൃത്തികേടുകളും മ്ലേച്ഛതകളുമൊക്കെ സ്വകാര്യമായി ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്ത് നോമ്പ് മുറിയുന്നില്ല എന്നാണ് നമ്മുടെ ധാരണയെങ്കിൽ അങ്ങനെയല്ല. ഇസ്തിംന ചെയ്താൽ, അങ്ങനെ സ്വയംഭോഗം ചെയ്താൽ നോമ്പ് മുറിയും എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം അൽ അക്ലു വശുർബു അംദൻ. ഒരാൾ ബോധപൂർവം തിന്നോ കുടിക്കോ ചെയ്താൽ നമുക്കറിയാം നോമ്പ് മുറിയും. നാലാമത്തെ കാര്യം മാകാനബി മഅനൽ അക്ലി വശുർബ്. ഒരാൾ തിന്നും കുടിക്കുകയും ചെയ്തിട്ടില്ല, പക്ഷെ അതിൻ്റെ ഉപകാരം ഉണ്ടാകുന്ന ഒരു കാര്യം ചെയ്തു. എന്താ? തിന്നും കുടിക്കുകയും ചെയ്താൽ ഉണ്ടാകുന്ന ഉപകാരം ഉണ്ടാകുന്ന കാര്യം, ഗ്ലൂക്കോസ് കയറ്റിയിട്ടോ അല്ലെങ്കിൽ മറ്റു വിധത്തിലൊക്കെ അതിന് ഉപകാരം കിട്ടുന്ന കാര്യം ചെയ്തു, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥത്തിൽ സംഭവിക്കുന്ന കാര്യം ചെയ്തു, എങ്കിലും നോമ്പ് മുറിയും. അഞ്ചാമത്തെ കാര്യം ഹിജാമ പോലെയുള്ള ചികിത്സക്ക് വേണ്ടി രക്തം പുറത്തേക്ക് എടുത്താൽ, ശരീരത്തെ പുറത്തേക്ക് എടുത്താൽ നോമ്പ് മുറിയും. ആറാമത്തെ കാര്യം ഒരാൾ അൽ ഖൈഉ അംദൻ, ഒരാൾ ബോധപൂർവം വിരലക്കെട്ട് ഛർദ്ദിച്ചാൽ നോമ്പ് മുറിയും. ഏഴാമത്തെ കാര്യം സ്ത്രീകൾക്ക് മാത്രം അവരുടെ മാസത്തെ ഹൈലും നിഫാസും ഒക്കെ ഉണ്ടാകുന്ന സമയം ആർത്തവം സംഭവിക്കുക അല്ലെങ്കിൽ പ്രസവരക്തം ഉണ്ടാവുക, ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ നോമ്പ് മുറിയും. ഇങ്ങനെയുള്ള 7 കാര്യങ്ങളെ കൊണ്ടാണ് നോമ്പ് മുറിയുക. അപ്പോൾ നേരത്തെ പറഞ്ഞത് ഈ 7 കാര്യങ്ങൾ ഒരാളുടെ നോമ്പുകാരനായിരിക്കെ നമ്മൾ ചില ആളുകൾ ചോദിക്കും ഇങ്ങനെ ആയാൽ നോമ്പ് മുറിയോ, അങ്ങനെ ആയാൽ നോമ്പ് മുറിയോ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇങ്ങനെയും അങ്ങനെയൊക്കെ ആകുന്നത് ഈ 7 കാര്യത്തിൽ പെടുമോ നോമ്പ് മുറിയും. അങ്ങനെ ഇങ്ങനെയും നമ്മൾ പറയുന്ന സാഹചര്യം ഈ 7 എണ്ണത്തിൽ പെടില്ലേ, നോമ്പ് മുറിയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. മറ്റൊന്ന് അത്താഴം കഴിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വലിയ സുന്നത്തായി പഠിപ്പിച്ച സഹറു, നിങ്ങൾ അത്താഴം കഴിക്കുക, ഇന്ന ഫി സഹൂരിലെ ബറക്ക, തീർച്ചയായും അത്താഴത്തിൽ ബറക്കത്തുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ആ സമയത്ത് നമ്മൾ അത്താഴം കഴിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ ആ സമയത്തിന് എഴുന്നേറ്റ്, രാത്രി തിന്ന് കെടുക്കലൊന്നും അല്ല അത്താഴത്തിൻ്റെ ശരിയായ രീതി. അത് രാവിലെ എഴുന്നേറ്റ് തന്നെ തിന്നലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾ പറഞ്ഞത് അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 50 ആയത്തൊക്കെ ഓതാനുള്ളൊരു സമയം, 5-10 മിനിറ്റ് സമയമാണ് ബാങ്കിലേക്ക് ബാക്കി ഉണ്ടാവുക എന്ന് പറഞ്ഞത് കാണാം. അവസാനമായി ഒരു കാര്യം കൂടെ സൂചിപ്പിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ യസാലു നാസു ബി ഖൈരിൻ മഅജ്ജലു അൽ ഫിത്ർ. ജനങ്ങൾ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്ന കാലമത്രയും അവർ നന്മയിലായിരിക്കുമെന്ന്. അതുകൊണ്ട് ആ നന്മ നമുക്ക് നിർത്താൻ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നോമ്പുകാരനായി ഇനി മഗ്രിബിൻ്റെ സമയം അസ്തമിക്കുമ്പോൾ അസ്തമയ സമയത്തോടുകൂടെ നോമ്പ് മുറിക്കണം. ആ അസ്തമയ സമയം ഓരോ നാട്ടിൽ എപ്പോഴാണ് സംഭവിക്കുന്നത് എന്നറിയാൻ ഒരു ശാസ്ത്രം അറിയേണ്ട കാര്യം ഇന്നത്തെ കാലത്തില്ലല്ലോ. നമ്മുടെ കയ്യിലുള്ള ഫോണിൽ എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ മതി, ഞാൻ ഇന്ന സ്ഥലത്താണുള്ളത്, ഇവിടെ എത്ര മണിക്കാണ് സൂര്യാസ്തമയം, അപ്പോൾ പറയും ഇത്ര മണിക്കാണ്. ആ സമയമാണ് നോമ്പ് തുറക്കേണ്ട സമയം. അപ്പോൾ നാട്ടിലെ ചർച്ചകൾക്കും ഗ്രൂപ്പിസത്തിനും ഒന്നുള്ള സംഘടനാ വ്യത്യാസങ്ങൾക്കൊന്നും നിൽക്കാതെ നോമ്പ് തുറക്കേണ്ട സമയം എപ്പോഴാണ്? സൂര്യൻ അസ്തമിക്കുന്ന സമയത്താണ് നോമ്പ് തുറക്കേണ്ടത്. ആ സമയത്ത് നോമ്പ് തുറക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ആ സമയത്ത് നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കണം എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലുള്ളത്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വിരളമായി മാത്രം നമുക്ക് ലഭിക്കുന്ന വർഷത്തിലൊരിക്കൽ എല്ലാവർക്കും ആഫിയത്തോടുകൂടെ കൂടാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെ നമുക്ക് അവസരം നൽകുമ്പോൾ ആ അവസരത്തെ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വപ്നത്തിൽ കണ്ട വ്യക്തി മുതലെടുത്തതുപോലെ മുതലെടുക്കാനും വലിയ നന്മകൾ ഭാഗമാക്കാനും തഖ്വ വർദ്ധിപ്പിക്കാനും നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസോടുകൂടെ അമൽ ചെയ്യാനും നാഫിയായ ഇൽമ കരസ്ഥമാക്കാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗ്ഗപ്രവേശനം സാധ്യമാക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഈമാനോടുകൂടെ സ്വബറോടുകൂടെ പരീക്ഷണങ്ങൾ നേരിടാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നോമ്പും ഖുർആനും നമുക്ക് വേണ്ടി സാക്ഷി പറയുന്ന സൽഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ചുറ്റുപാട് നിന്നും കേൾക്കുന്ന വാർത്തകളൊക്കെ വലിയ പ്രയാസവും വേദനയും ഒക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് അധാർമികമായും കൊലപാതകമായും മയക്കുമരുന്നായും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മുടെ കുടുംബത്തെയും ഒക്കെ അത്തരം അധാർമികതകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നരകത്തിലെ ഭയാനകരമായ ശിക്ഷയിൽ നിന്ന് അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെ
ഉമ്മത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലി ജമീൽ മുസ്ലിമീന ഫീ കുല്ലി മകാൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.